ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തി വിടുക. അപ്പോൾ നമുക്ക് ഫോണൊന്ന് തിരിച്ചു പിടിക്കണം. ഫോൺ തിരിച്ചു പിടിക്കണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്ലിയർ ആയിട്ട് വീഡിയോ കാണാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് പ്ലേ സ്റ്റോർ ആണ്. പ്ലേ സ്റ്റോർ എടുത്തിട്ട് പ്ലേ സ്റ്റോറിൽ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് ഫയൽസ് എന്നാണ്. അപ്പം പ്ലേ സ്റ്റോർ എടുത്തിട്ടുണ്ട്. അപ്പോൾ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് FILES എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷനാണ് ഫയൽസ് ബൈ ഗൂഗിൾ എന്ന് കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം പച്ച കളറിലുള്ള ബട്ടൺ ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓപ്പൺ ആക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നേരെ ചെയ്തിട്ടുണ്ട്. അത് എക്സെൻഡറിന് പകരം ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും കാണുക. നല്ലൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കുക. 4.6 ഒക്കെ റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൂഗിളിൽ തന്നെ ആയതുകൊണ്ട് അത്ര മോശം വരാൻ ചാൻസ് ഇല്ല. ഞാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ്. എക്സെൻഡറിനേക്കാളും കൂടുതൽ കുറേ ഓപ്ഷനുകൾ കൂടുതലുള്ള ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓപ്പൺ ആക്കി വരുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ കാണുന്നുണ്ട്, ബ്രൗസ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ആയി കിടക്കുന്നത്. പിന്നെ അടുത്തത് ക്ലീൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ അത് നമുക്ക് പറയാം. അതിന് നമുക്ക് വേണ്ടത് ഫസ്റ്റ് ബ്രൗസ് എന്നുള്ള ഓപ്ഷൻ തന്നെയാണ് നമുക്ക് ആദ്യം ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ അതിൽ ഡൗൺലോഡ്സ് ഇമേജ് എന്നുണ്ട്. അപ്പോൾ ഞാനവിടെ ഇമേജ് എന്നുള്ളത് സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫോണിലുള്ള ഇമേജുകളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. എല്ലാ ഇമേജുകളും കാണിക്കും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ട് അത് നമ്മളുടെ ഫോണിൽ നിന്ന് മെമ്മറി ഫ്രീ ആക്കാൻ വേണ്ടി നമ്മളത് SD കാർഡിലേക്ക് മൂവ് ചെയ്യിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് മുകളിൽ കാണുന്ന റൗണ്ട് ബാറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മൊത്തം സെലക്ഷനായി. നമ്മൾ ഫോണിലുള്ള എല്ലാ ഫോട്ടോകളും സെലക്ഷനായി. നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ മാത്രം മൂവ് ചെയ്യുക, ബാക്കിയുള്ളത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനത് ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കാണിച്ചെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. എന്നിട്ട് മുകളിൽ കാണുന്ന 3 കുത്തിൽ അമർത്തി മൂവ് ടു എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ അലോ ചെയ്ത് കൊടുക്കണം. ഇവിടെ കണ്ടിന്യൂ എന്ന് കാണിക്കുന്നുണ്ട്. മൂവ് ടു SD കാർഡ് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക. എന്നിട്ട്
ഉണ്ട്. പിന്നുള്ളത് നമ്മളുടെ ഫോണിൽ SD കാർഡ് എന്തോരം മെമ്മറി ഉപയോഗിച്ചിട്ടുണ്ട്, ഫോൺ എന്തോരം മെമ്മറി ഉപയോഗിച്ചിട്ടുണ്ട് നീക്ക് നീല കളറിൽ കാണുന്ന സ്ഥലത്ത് നമുക്ക് മനസ്സിലാകും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.